ഇപ്പൊ നോക്കുക, ബുദ്ധിസ്റ്റ് കൗൺസിൽസ്. ഞാൻ പറഞ്ഞു ഈ ബുദ്ധമതവുമായി ബന്ധപ്പെട്ട് വളരെ പ്രോമിനന്റ് ആയിട്ട് ചില കൗൺസിലുകൾ, അസംബ്ലികൾ രൂപീകരിക്കാറുണ്ട്. അത് രാജാക്കന്മാരാണ് സ്പോൺസർ ചെയ്യുന്നു എന്ന് പറഞ്ഞു. ബുദ്ധിസ്റ്റ് സംഘം പോലെ തന്നെയാണ്, പക്ഷെ ഒരു വലിയൊരു ലാർജ് അസംബ്ലി പോലെ ആയിരിക്കും കണ്ടക്ട് ചെയ്യുക. മിക്കവാറും അസംബ്ലീസും ഈ കൗൺസിലെല്ലാം പാറ്റർനൈസ് ചെയ്യുന്നത് ഏതെങ്കിലും രാജാക്കന്മാരായിരിക്കും. ഇപ്പൊ ബുദ്ധന്റെ മരണശേഷം പ്രധാനമായിട്ട് 4 ബുദ്ധിസ്റ്റ് കൗൺസിൽസ് ഇന്ത്യയിൽ നടന്നിട്ടുണ്ടോ എന്നാണ് വിശ്വാസം. കുറേയൊക്കെ BC യിലും ഒന്ന് AD കാലഘട്ടത്തിലാണ് നടന്നിട്ടുള്ളത്. ബുദ്ധിസ്റ്റ് കൗൺസിൽസ് എന്നാണ് ഇതിനെ പറയപ്പെടുന്നത്. ഈ പറഞ്ഞ 4 ബുദ്ധിസ്റ്റ് കൗൺസിൽസും ബുദ്ധന്റെ മരണശേഷം വളരെ പെട്ടെന്ന് തന്നെയാണ് ആദ്യത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ സ്റ്റാർട്ട് ചെയ്യുക. ബാക്കി 4 ഈ പറഞ്ഞ അതിനുശേഷം ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. ദ ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിൽ കണ്ടക്ട് ചെയ്യുന്നത് 483 BC യിലാണ്. ഈ ബുദ്ധന്റെ മരണം സംഭവിച്ച വർഷം അതെപ്പോഴും ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് വരാറുണ്ട്. 483 എന്നും പറയാറുണ്ട്, 484 എന്നും പറയാറുണ്ട്. ഓക്കെ, രണ്ടും കറക്റ്റാണ്. ചില ബുക്കുകൾ 83ലും ചില ബുക്കുകൾ 84ഉം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഓർത്തിരിക്കുക, ബുദ്ധൻ മരിച്ച ദിവസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ആഴ്ചകൾക്ക് ശേഷം നടത്തിയതാണ് ആദ്യത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ. ഓക്കെ, നിങ്ങൾ 483 BC ആണ് ബുദ്ധിസ്റ്റ് കൗൺസിലിന്റെ വർഷമായിട്ട് കണക്കാക്കുകയാണെങ്കിൽ ആ വർഷം തന്നെയാണ് ബുദ്ധൻ മരിച്ചിരിക്കുന്നത്. ഓർത്തിരിക്കുക, ബുദ്ധൻ മരിച്ചതിന് ശേഷമാണ് ഈ ആദ്യത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ കണ്ടക്ട് ചെയ്തത്. രാജഗൃഹ എന്ന സ്ഥലത്ത് വെച്ചാണ്, സപ്തബർണി കേവ്സ്. രാജഗൃഹ എന്ന് പറയുന്നത് അന്നത്തെ മഗധയുടെ ക്യാപിറ്റലാണ്. മഗധയുടെ ക്യാപിറ്റലായിരുന്ന രാജഗൃഹയിൽ വെച്ച് സപ്തബർണി കേവ് എന്ന് പറഞ്ഞൊരു ഗുഹയ്ക്കകത്ത് വെച്ചാണ് ആദ്യത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ കണ്ടക്ട് ചെയ്യുന്നത്. അന്ന് മഗധ ഭാഗം ഭരിച്ചിരുന്ന രാജാവായിരുന്നു അജാതശത്രു. ഞാൻ പഠിപ്പിച്ചതാണ് നിങ്ങൾക്ക് മഗധ കിങ്ഡം പഠിപ്പിച്ചപ്പോൾ, ഹരിയങ്ക ഡൈനാസ്റ്റി പഠിപ്പിച്ചപ്പോൾ ഡിസ്കസ് ചെയ്തിരുന്നു അജാതശത്രുവിനെ കുറിച്ച്. ഹി വാസ് എ റൂളർ ഓഫ് മഗധ അറ്റ് ദാറ്റ് ടൈം. ഓക്കെ, അപ്പൊ അജാതശത്രു ആണ് ഇത് സ്പോൺസർ ചെയ്യുന്നത്. ആൻഡ് ദിസ് കൗൺസിൽ വാസ് ചെയർഡ് ബൈ സെയിന്റ് കശ്യപ. കശ്യപ മുനി പുള്ളിക്കാരനാണിത് പ്രിസൈഡ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഈ ഒരു ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ബുദ്ധൻ മരിച്ച ഉടനെ തന്നെയാണല്ലോ കൗൺസിൽ രൂപീകരിച്ചത്. ബുദ്ധന്റെ 2 ശിഷ്യന്മാരുടെ പേരുകൾ കുറച്ചു മുന്നേ ഞാൻ പറഞ്ഞില്ലേ, ആനന്ദ, അനുപാളി. ഇവർ രണ്ടുപേരും 2 ടെക്സ്റ്റ് ബുക്കുകൾ എഴുതപ്പെട്ടു എന്നാണ് പറയുന്നത്. ഒന്ന് സൂത്തപിതാക, 2 വിനയപിതാക. സൂത്തപിതാക, വിനയപിതാക, ഈ 2 ടെക്സ്റ്റ് ബുക്കുകൾ ഈ ആനന്ദനും ഉപാളിയും എഴുതുന്നുണ്ട്. സൂത്തപിതാക എഴുതിയത് ആനന്ദനും വിനയപിതാക എഴുതിയത് ഉപാളിയുമാണ്. ഓക്കെ, സൂത്തപിതാക, വിനയപിതാക. സൂത്തപിതാക ശരിക്കും ടീച്ചിങ്സ് ആണ്, ബുദ്ധന്റെ ടീച്ചിങ്സ് ആണ് സൂത്തപിതാകയ്ക്കകത്ത് വരിക. ഈ പറഞ്ഞ വിനയപിതാകയ്ക്ക് വരുന്ന കൂടുതലും റൂൾസ് ആണ്, കോഡ് ഓഫ് കണ്ടക്ട്. സംഘ ഫോളോ ചെയ്യേണ്ട കോഡ് ഓഫ് കണ്ടക്റ്റുകളാണ് വിനയപിതാകയ്ക്കകത്ത് വരിക. ഞാൻ കുറച്ചു മുന്നേ കാണിച്ചില്ലേ, ഉപവസതയ്ക്കകത്ത് വിനയപിതാകയുടെ റൂൾസ് വായിക്കും എന്നൊക്കെ പറഞ്ഞില്ലേ, അതാണ്. ഇപ്പൊ 3 പിതാകാസ്, 3 പിതാകാസ് ഉണ്ട്. ഇതിൽ ആദ്യത്തെ 2 പിതാക, സൂത്തപിതാക ആൻഡ് വിനയപിതാക, ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിൽ വെച്ച് ഉണ്ടാക്കപ്പെടുന്നുണ്ട്. 483 BC, സ്ഥലം രാജഗൃഹ, പാറ്റർനൈസ്ഡ് ബൈ അജാതശത്രു. രണ്ടാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ നടക്കുന്നത് 383 BC യിലാണ്. ഒരു 100 വർഷം കഴിഞ്ഞ് 383 BC യിലാണ് രണ്ടാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ നടക്കുന്നത്. ഇത് നടക്കുന്നത് വൈശാലിയിൽ വെച്ചാണ്. അന്ന് മഗധയുടെ ക്യാപിറ്റൽ ആയിരുന്നു വൈശാലി. അന്ന് ഈ 383 BC യിൽ സെഷൻ നടക്കുന്ന സമയത്ത് മഗധയുടെ ക്യാപിറ്റൽ വൈശാലിയിലായിരുന്നു. പണ്ട് ശിശുനാഗ എന്ന് പറയുന്ന നമ്മുടെ ശിശുനാഗ ഡൈനാസ്റ്റിയിലെ ഫൗണ്ടർ ശിശുനാഗനാണ് മഗധയുടെ ക്യാപിറ്റൽ വൈശാലിയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നത്. ആ ശിശുനാഗയുടെ മകൻ കാല അശോകയാണ് ഈ ഒരു സെക്കൻഡ് ബുദ്ധിസ്റ്റ് കൗൺസിൽ പാറ്റർനൈസ് ചെയ്യുന്നത്. കാല അശോക, അന്ന് കാല അശോക അധികാരത്തിൽ വന്ന സമയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളി ഈ വൈശാലിയിൽ വെച്ച് രണ്ടാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ കണ്ടക്ട് ചെയ്യാണ് 383 BC. ശ്രദ്ധിക്കുക, ഇത് കണ്ടക്ട് ചെയ്തതിനു ശേഷം കാല അശോക വീണ്ടും ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്യും. ഇപ്പൊ വൈശാലിയിലാണെങ്കിലോ ഇത് വീണ്ടും പാടലിപുത്ര എന്ന സ്ഥലത്തൊക്കെ കൊണ്ട് വെക്കുന്നുണ്ട് കാലാശോകൻ. മഗധയുടെ ക്യാപിറ്റൽ പാടലിപുത്രയിലേക്ക് പെർമനന്റ്ലി മാറ്റുന്നത് ഈ കാലാശോകനാണ്. ഈ രണ്ടാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിലിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഇവിടെ വെച്ച് ബുദ്ധമതം 2ആയിട്ട് സ്പ്ലിറ്റ് ആയിപ്പോയി. ആദ്യമായിട്ട് ബുദ്ധിസത്തിനകത്ത് സ്പ്ലിറ്റ് നടക്കുന്നത് ഈ സമയത്താണ്. ബുദ്ധമതം 2ആയിട്ട് സ്പ്ലിറ്റ് ആയി. വൺ ഇസ് സ്ഥവിർവാദിൻ, സന്ധിവർദ്ധന അല്ല, സ്ഥവിർവാദിൻസ്. ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് മഹാസംഗികാസ്. ഓക്കെ, മഹാസംഗികാസും സ്ഥവിർവാദിൻസും 2 സെക്ടുകളായിട്ട് ബുദ്ധമതം സ്പ്ലിറ്റ് ആയി. വൺ ഇസ് സ്ഥവിർവാദിൻ
ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് മഹാസംഘികാസ്. ഈ സ്ഥവിർവാദം എന്ന് വെച്ചാൽ കുറച്ച് ഓൾഡർ ഫിലോസഫീസ് ആണ്. എന്ന് വെച്ചാൽ ബുദ്ധൻ എന്താണോ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്, ബുദ്ധന്റെ പഴയ ഫിലോസഫീസിലെ ടീച്ചിങ്സിലെ അത് ഫോളോ ചെയ്യുന്ന ഗ്രൂപ്പാണ് സ്ഥവിർവാദൻസ് എന്ന് പറഞ്ഞാൽ. പക്ഷെ അന്നത്തെ ചില കാര്യങ്ങളിൽ ചേഞ്ച് വേണമെന്ന് ആവശ്യപ്പെട്ടുണ്ട് എമേർജായി വന്നൊരു ന്യൂ ഓർഡർ ആണ് മഹാസംഘികാസ്. ബുദ്ധന്റെ ഫിലോസഫിയിൽ ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്താം, പുതിയ ചില മാറ്റങ്ങൾ കൊണ്ടുവരണം എന്ന് പറഞ്ഞു തുടങ്ങിയവരാണ് മഹാസംഘികാസ്. ഓക്കെ, ഇങ്ങനെ ഐഡിയോളജി ഫിലോസഫിയുടെ പേരിൽ ബുദ്ധമതം രണ്ടായിട്ട് ആദ്യമായിട്ട് സ്പ്ലിറ്റായി. അത് കഴിഞ്ഞ് ഒരു 250 BC മൂന്നാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ നടന്നു. അന്ന് മഗധ ഭാഗം ഭരിക്കുന്നത് മൗര്യൻസ് ആണ്. അശോകയാണ് ഇത് പാട്രണൈസ് ചെയ്യുന്നത്. അന്നത്തെ ക്യാപിറ്റൽ വാസ് പാടലിപുത്ര. ഇതന്ന് പ്രിസൈഡ് ചെയ്തത് അശോകന്റെ ഒരു മെന്റർ ആയിരുന്നു, അശോകന്റെ ബുദ്ധിസ്റ്റ് മെന്റർ ആയിട്ടൊക്കെ അറിയപ്പെടുന്ന മൊഗളിപുട്ട ടിസ്സ, അല്ലെങ്കിൽ ഹീസ് ഓൾസോ നോൺ ആസ് ഉപഗുപ്ത അങ്ങനെയും പറയാറുണ്ടേ. മൊഗളിപുട്ട ടിസ്സ എന്നോ അല്ലെങ്കിൽ ഉപഗുപ്ത എന്നോ അറിയപ്പെടും. ഉപഗുപ്ത. ഓക്കെ, ഹി വാസ് ദി വൺ ഹു പ്രിസൈഡഡ് ദിസ് തേർഡ് ബുദ്ധിസ്റ്റ് കൗൺസിൽസ്. ഇനി ഈ തേർഡ് ബുദ്ധിസ്റ്റ് കൗൺസിലിന്റെ പ്രത്യേകത ഇവിടെ വെച്ചാണ് ത്രിപിതാകയിലെ ഏറ്റവും അവസാനത്തെ പിതാക, തേർഡ് പിതാക, അഭിധമ്മ പിതാക എഴുതപ്പെടുന്നത്. ഓൾറെഡി സൂത്ത പിതാകയും വിനയ പിതാകയും ആദ്യത്തെ കൗൺസിലിൽ എഴുതപ്പെട്ടു. മൂന്നാമത്തെ പിതാക, അതായത് അഭിധമ്മ പിതാകയുടെ കമ്പൈലേഷൻ നടന്നിരിക്കുന്നത് തേർഡ് ബുദ്ധിസ്റ്റ് കൗൺസിൽസ് വെച്ചാണ്. അഭിധമ്മ പിതാക കുറച്ചൊരു ഫിലോസഫിക്കൽ വർക്കാട്ടോ. നമ്മളിപ്പം വേദങ്ങളുടെ ഫിലോസഫി ആയിട്ട് ഉപനിഷത്തുകളെ പറയാറില്ലേ, അതുപോലെ ബുദ്ധമതത്തിന്റെ ഒരു ഫിലോസഫിക്കൽ വർക്കാണ് അഭിധമ്മ പിതാക എന്ന് പറയുന്നത്. അത് കമ്പൈൽ ചെയ്യുന്നത് തേർഡ് ബുദ്ധിസ്റ്റ് കൗൺസിൽ വെച്ചാണ്. അത് കഴിഞ്ഞ് കുറേ വർഷങ്ങൾക്ക് ശേഷം AD 72 നടന്നാണ് നാലാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ. നടക്കുന്നത് കുണ്ടലവൻ എന്ന സ്ഥലത്ത് വെച്ചാണ്, കശ്മീരിലെ കുണ്ടലവനം അവിടെ വെച്ചാണ് നടക്കുന്നത്. ആൻഡ് പാട്രണൈസ്ഡ് ബൈ കനിഷ്ക, പ്രിസൈഡഡ് ബൈ കനിഷ്കയുടെ കോർട്ടിൽ ഉണ്ടായിരുന്ന രണ്ട് ഫേമസ് സ്കോളേഴ്സ്. കനിഷ്കയുടെ തന്നെ കോർട്ടിൽ ഉണ്ടായിരുന്ന രണ്ട് ഫേമസ് സ്കോളേഴ്സ്, വൺ ഇസ് വസുമിത്ര ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് അശ്വഘോഷ. ഈ അശ്വഘോഷയുടെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവണം, കാരണം ബുദ്ധചരിത എന്ന് പറയുന്ന ബുദ്ധന്റെ ഒരു ബയോഗ്രഫി ഉണ്ട്, ബുദ്ധചരിത. ഈ ബുദ്ധചരിത എഴുതിയ ആളാണ് അശ്വഘോഷ. ബുദ്ധചരിത വാസ് റിട്ടൺ ബൈ അശ്വഘോഷ. ഇവരൊക്കെ ബുദ്ധിസ്റ്റ് സ്കോളേഴ്സ് ആയിരുന്നു. നാലാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിലിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, നോക്കാം, നമ്മൾ പറഞ്ഞില്ലേ രണ്ടാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ ബുദ്ധമതം രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയെന്ന്, സ്ഥവിർവാദിൻസ്, മഹാസംഘികാസ്. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ വന്നപ്പോൾ അഭിധമ്മ പിതാകയുടെ കമ്പൈലേഷൻ നടന്നു എന്ന് പറഞ്ഞു. മാത്രമല്ല ഈ മൂന്നാമത്തെ സെഷനിൽ വെച്ചും ഈ സ്ഥവിർവാദിൻസ് പിന്നെ കുറെ സബ്സെക്റ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടു. അതുപോലെ മഹാസംഘികാസും പല സബ്സെക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടു. അതായത് മൂന്നാമത്തെ കൗൺസിൽ വെച്ചും എന്ത് സംഭവിക്കുന്നുണ്ട്, ഡിവിഷന് സംഭവിക്കുന്നുണ്ട്. പല 18ഉം 19ഉം സ്കൂളുകളായിട്ട് ഇങ്ങനെ ഫിലോസഫീസ് ഗോട്ട് ഡിവൈഡഡ്. പക്ഷെ നാലാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിലിൽ വന്നിട്ട് പറയാണ്, ഇനി ഈ പറയുന്ന ഒരുപാട് ഡിവിഷൻസ് ഒന്നും ബുദ്ധമതത്തിന് വേണ്ട. സ്ഥവിർവാദിൻസുമായിട്ട് അത്യാവശ്യം സിമിലർ ആയിട്ട് നിൽക്കുന്ന ഫിലോസഫീസ് എല്ലാം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇവരതിന് ഹിനായന ബുദ്ധിസം എന്ന പേര് നൽകി. മഹാസംഘികാസിന്റെ ഫിലോസഫിയുമായിട്ട് കൂടിച്ചേർന്ന് നിൽക്കുന്ന ഫിലോസഫികളെ എല്ലാം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് മഹായാന ബുദ്ധിസം എന്നും ക്ലാസിഫൈ ചെയ്തു. എന്ന് വെച്ചാൽ ബുദ്ധമതത്തിന്റെ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള രണ്ട് സെക്റ്റുകൾ, ഹിനായാന ബുദ്ധമതം, മഹായാന ബുദ്ധമതം, ഇത് രണ്ടും എമേർജ് ആയത് നാലാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിലാണ്. കാരണം അതുവരെയും ഒരുപാട് സ്പ്ലിറ്റ് നടക്കുന്നുണ്ടായിരുന്നു, ഒരുപാടാണ്. മൂന്നാമത്തേലേക്കാണെങ്കിൽ 18ഉം 19ഉം സെക്റ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടിരുന്നു അശോകന്റെ സമയത്ത്. അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് നാലാമത്തേല് ബുദ്ധമതം രണ്ട് പ്രോമിനന്റ് സെക്റ്റുകളായിട്ട് മാറ്റി. ഒന്ന് ഹിനായന, രണ്ട് മഹായാന. സ്ഥവിർവാദിൻസിന് സിമിലർ ആയിട്ടുള്ള ഒരു ഹിനായനാസ്, മഹാസംഘികാസിന് സിമിലർ ആയിട്ടുള്ള ഒരു മഹായാന ബുദ്ധിസം എന്നും അറിയപ്പെടാൻ തുടങ്ങുന്നുണ്ട്. ഈ ഹിനായന മഹായാന അത് ഡെവലപ്പ് ആകുന്നതിന് മുൻപ്, അതായത് സ്ഥവിർവാദിൻസ് മഹാസംഘികാസ് ഒക്കെ വന്നു എന്ന് പറയില്ലേ, അത് പിന്നെ പല സെക്റ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടുന്നില്ല. അതിൽ ഒന്ന് രണ്ട് സെക്റ്റുകളുടെ പേര് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. പേര് മാത്രം നോക്കിയാൽ അതിനകത്തുള്ള ഫിലോസഫികളിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, അതായത് മൂന്നാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ വന്നപ്പോൾ ഈ സ്ഥവിർവാദിൻസ് പല സെക്റ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തില്ലേ.
മഹാസംഖ്യാസം പല പല സെക്ടർ ഡിവൈഡ് ചെയ്തില്ലേ, ആ സെക്ടറുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്.